കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ പെരിന്തൽമണ്ണയിൽ ഒരു പെട്രോൾ പമ്പ് തുറന്നു. ആ പെട്രോൾ പമ്പിന് പിന്നിൽ പ്രവാസികളുടെ ഒരു കഥയുണ്ട്. 15 വർഷം മുമ്പ് തൻ്റെ പേരിൽ ഒരു കമ്പനി തുടങ്ങാൻ ഒപ്പം നിന്ന 20 പേർക്ക് എക്കാലത്തും വരുമാനമുണ്ടാകണമെന്ന് കരുതി ഒരു ബിസിനസ്സുകാരൻ നിർമ്മിച്ചു നൽകിയതാണ് ആ പെട്രോൾ പമ്പ്. നിലമ്പൂർ സ്വദേശിയായ ഒരു മലയാളിയാണ് മനോഹരമായ ഈ പദ്ധതിക്ക് പിന്നിലുള്ളത്. ഇതാണ് പെരിന്തൽമണ്ണയിലെ ആ പെട്രോൾ പമ്പ്. ഈ സ്ഥാപനത്തിൻ്റെ ഉടമകളായ പ്രവാസികൾ പലരും ഉദ്ഘാടന ചടങ്ങിലെ ഈ തിരക്കിൽ പലയിടത്തായുണ്ട്. അബ്രിക്കോ ഫ്യൂൽസ് എന്ന് പേരിട്ട ഈ പെട്രോൾ പമ്പിൻ്റെ കഥ ആരംഭിക്കുന്നത് ദുബായ് ജബലലിയിലെ ഈ കമ്പനിയിൽ നിന്നാണ്. ഇന്ന് 3500-ലേറെ ജീവനക്കാരുള്ള അബ്രിക്കോ ഗ്രൂപ്പ് എന്ന ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനിയിൽ നിന്ന് ബിസിനസ്സിൽ ഒന്നുമല്ലാതിരുന്ന കാലത്ത് തനിക്ക് താങ്ങായി നിന്ന ആദ്യത്തെ 20 ജീവനക്കാരുടെ പേരിൽ നാട്ടിലൊരു സംരംഭം എന്ന ആശയം നടപ്പാക്കിയ ആ സ്ഥാപന ഉടമ ഇദ്ദേഹമാണ്. അബ്രിക്കോ ഗ്രൂപ്പിൻ്റെ സ്ഥാപകനും സിഇഒയുമായ നിലമ്പൂർക്കാരൻ മുഹമ്മദ് ഷാജി. തുടക്കം ഒപ്പം നിന്ന ജീവനക്കാരെ സ്റ്റാഫിലെ പ്ലാറ്റിനം മെമ്പേഴ്സ് എന്ന് പേരിട്ട് വിളിച്ചാണ് അവർക്കായി ഈ പദ്ധതി നടപ്പാക്കിയത്. കമ്പനി തുടങ്ങിയ സമയത്ത് എൻ്റെ കൂടെ കഷ്ടപ്പെടാൻ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഞാൻ. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അർത്ഥത്തിൽ വേണമെങ്കിൽ അവരെ പറയാം. സ്ട്രഗിൾ ചെയ്ത് സ്ട്രൈവ് ചെയ്ത് എൻ്റെ കൂടെ എല്ലാം ഉപേക്ഷിച്ച് എല്ലാ ഫാമിലിയും സമയവും മറ്റു കാര്യങ്ങളും ഒക്കെ ത്യജിച്ചുകൊണ്ട് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് എൻ്റെ കൂടെ നിന്നവർ. ഇന്ന് നിൽക്കാത്തവരുണ്ട് എന്നല്ല, പക്ഷേ അന്ന് നിന്നവർ എന്ന് പറയുന്നത് അവരെയാണ് ഞാൻ പ്ലാറ്റിനം മെമ്പർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒരുപാട് കമ്പനിയിൽ ജോലി ചെയ്ത ഒരാളാണ്. അവിടെ 20 വർഷവും 40 വർഷവും 50 വർഷമൊക്കെ ജോലി ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ റിസൈൻ ചെയ്ത് പോകുന്ന സമയത്ത് അവർക്ക് ഉണ്ടായിരുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ സർവീസ് കിട്ടും, PF കിട്ടും, അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത്രയും കാലം ജോലി ചെയ്തത് കൊണ്ട് അവർ ആ ഒരു സാക്രിഫൈസേഷൻ കൊടുത്തതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ പൈസയായിട്ട് കൊടുക്കുക എന്നതിലുപരി ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് മാറ്റുക എന്നതാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു തോട്ട് വന്നപ്പോഴാണ് ഐ ഹാവ് ടു ഷെയർ മൈ ലോഗോ ടു എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ഞാൻ വന്നത്. 4.5 കോടിയിലേറെ രൂപ ചെലവിട്ടാണ് പെരിന്തൽമണ്ണയിലെ കണ്ണായ സ്ഥലത്ത് മികച്ച സൗകര്യങ്ങളോടുകൂടിയ പെട്രോൾ പമ്പ് നിർമ്മിച്ചു നൽകിയത്. സ്ഥാപനത്തിൻ്റെ പേരും ലോഗോയും ഉപയോഗിക്കാൻ ജീവനക്കാർക്ക് അനുമതി നൽകി. ഉടമസ്ഥാവകാശം പൂർണ്ണമായും 20 ജീവനക്കാരുടെ പേരിൽ. 20 പേര് എന്ന് പറയുമ്പോൾ തന്നെ 5% ഷെയർ വെച്ച് 20 ആകുമ്പോൾ തന്നെ 100% ആയി. എനിക്കതിൽ ഒരു ഷെയർ പോലുമില്ല. തീർച്ചയായും 20 ആൾക്കാർക്ക് 5% ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡിംഗ് എന്നാണ് ഞാൻ അതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2010 മുഹമ്മദ് ഷാജി തനിക്ക് പ്രവർത്തിച്ച് പരിചയമുള്ള ഫ്രൈറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ലോജിസ്റ്റിക്സ് മേഖലയിൽ സ്വന്തമായി ഒരു സ്ഥാപനമെന്ന സ്വപ്നത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ചെറിയ ജോലികളും തൊഴിൽ സ്വപ്നങ്ങളുമായി കഴിഞ്ഞിരുന്ന 20 പേരെന്ന് ഒപ്പം ചേർന്നു. പ്രതിസന്ധികളും തിരിച്ചടികളുമൊക്കെ തരണം ചെയ്ത് അബ്രിക്കോ ഗ്രൂപ്പ് വിവിധ രാജ്യങ്ങളിലേക്കും 3000-ലേറെ ജീവനക്കാരിലേക്കും വളർന്നു. ആദ്യം ഒപ്പം ചേർന്നവരും ചെറിയ തസ്തികകളിൽ നിന്ന് സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് വരെയുള്ള സ്ഥാനങ്ങളിലേക്കും വളർന്നു. പ്ലാറ്റിനം സ്റ്റാഫ് മെമ്പർമാരിൽ കൂടുതൽ പേരും പെട്രോൾ പമ്പിൻ്റെ ഉദ്ഘാടനത്തിനായി നാട്ടിലായിരുന്നു. ദുബൈയിലുണ്ടായിരുന്ന 3 പേരെ ഞങ്ങൾ നേരിൽ കണ്ടു. ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഒരു ജനറൽ ലേബറായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. അതുപോലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എനിക്കില്ല. ഒരു കമ്പനി എങ്ങനെയാണെന്നോ എനിക്കറിയില്ല. ഇനി വേറെ കമ്പനിയിൽ ഇത് ഗുണം ആർക്കും ചെയ്തു കൊടുക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത് ഫസ്റ്റ് മാസം തന്നെ എനിക്ക് പറഞ്ഞ സാലറി അല്ല എനിക്ക് കിട്ടിയത്. എനിക്ക് എൻ്റെ സാലറിൻ്റെ ഡബിളോളം ഉള്ളൊരു എമൗണ്ടാണ് എനിക്ക് സാലറി ആയിട്ട് കിട്ടിയത്. അപ്പോൾ അന്ന് മുതൽ തന്നെ മാനേജ്മെൻറ്റ് എന്താ പറയുക പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ എന്നുള്ള ആൾക്കാർക്ക് തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിനും പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ജോലി വളരെ സന്തോഷമുള്ള സംഭവമാണ്. പ്രഷറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ബട്ട് ഇങ്ങനത്തെ ഒരു ബോസ് തന്നൊരു ഗിഫ്റ്റ് അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. എല്ലാവരും ഇങ്ങനെ ഒരു സംഭവം ഒരു പ്രൈവറ്റ് സെക്ടറിൽ ഇങ്ങനെ ഒരെണ്ണം കിട്ടുന്നത് ഒരു ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ആയത്. ഞാൻ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ഇല്ലെങ്കിൽ ഇത്രയും വർഷം ഇവിടെ നിൽക്കില്ലല്ലോ. കോവിഡ് കാലത്ത് മിക്ക സ്ഥാപനങ്ങളും ശമ്പളം വെട്ടിക്കുറച്ചപ്പോൾ ഇരട്ടി ശമ്പളം കിട്ടിയ ഓർമ്മ കൂടി പങ്കുവച്ചു தமிழ்நாட்டுக்காரனாய பொன்ராஜ். இப்போ சந்தோஷம் நான் வேலை பார்த்துட்ருக்குறேன். இது எனக்கு எந்த ஒரு இதுவும் இல்லை. எங்கள் கம்பெனி எல்லா ஸ்டாஃபும் மகிழ்ச்சியாக சந்தோஷமாக இருக்கிறாங்க. அதில் நாங்களும் எங்களுக்கு சந்தோஷமாக இருக்குது. எங்களுக்கு சேலரியும் நல்லா கரெக்டாக அந்தந்த மந்தில் கிடைக்கும். அது மட்டும் இல்லை, கொரோனா பீரியடில் கூட எல்லா கம்பெனிலையும் நிறையா மூடி இருந்தாங்க. எங்கள் கம்பெனி அப்படி கிடையாது.
ஃபுல் ஸ்விங்கில் ஓடிச்சு. அப்போயே எங்களுக்கு 12 மந்த் சேலரிலாம் கிடச்சது. அது எங்களுக்கு பெரிய இதாக இருந்துச்சு. ഈ സ്ഥാപനത്തിൽ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും ചില പോളിസികളുണ്ട്. ഒരു ബ്രാഞ്ചിൽ ഒരു ഭിന്നശേഷിക്കാരനെങ്കിലും തൊഴിലുണ്ടായിരിക്കണമെന്ന നിർബന്ധമുണ്ട് ഇദ്ദേഹത്തിന്. HR പോളിസിയിലെ ഒരു ഭാഗമാണ് സ്പെഷ്യൽ ഡിസേബിൾഡ് അല്ലെങ്കിൽ സ്പെഷ്യൽ പീപ്പിളിനെ നമ്മൾ കെയർ ചെയ്യുക എന്നുള്ളത്. UAEയുടെ വിഷൻ അനുസരിച്ച് പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷന് അവർ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും വളരെ വളരെ റോൾ മോഡൽസുകളാണ്. ഓരോരോ കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഇന്നൊരു ദുബായ് മ്യൂസിയം, ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്ക് നമ്മളൊരു ടിക്കറ്റിന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ടിക്കറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. 6 മാസത്തിനൊക്കെ ബുക്കിംഗ് ആണ്. പക്ഷേ ഒരു പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നവർക്ക് ഇന്ന് പോയാൽ ഇന്ന് അവിടെ കയറാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഗവൺമെൻറ് കാണിക്കുന്ന ഓരോരോ കാര്യങ്ങൾ നമുക്കും വളരെ ഇൻസ്പയർ ചെയ്യണം. സോ നമ്മൾ തീരുമാനിച്ചത് നമ്മുടെ ഓരോരോ ബ്രാഞ്ചിലും ഒരു ആളെങ്കിലും സ്പെഷ്യൽ ഡിറ്റർമിനേഷൻ ലാബിലുള്ള ഒരാളെങ്കിലും നമ്മളുടെ കമ്പനിയിൽ ഉണ്ടാവണം. അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം, അവരെ നമ്മൾ ട്രെയിൻ ചെയ്യണം, അവരെ നമ്മുടെ നിലവാരത്തിലേക്ക് അവരെ കൊണ്ടുവരണം. ആ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി. മാസമുറയുടെ ശാരീരിക പ്രശ്നങ്ങൾക്കിടയിൽ ജോലി ചെയ്യേണ്ടി വരുന്ന വനിതാ ജീവനക്കാർക്ക് പ്രത്യേക മുറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഓഫീസിലുണ്ട്. അബ്രിക്ക ഗ്രൂപ്പ് ഇന്ന് ലോജിസ്റ്റിക് ഫ്രൈറ്റ് മേഖലയിലെ സ്ഥാപനം മാത്രമല്ല, ഓസ്ട്രേലിയയിലെ ആദ്യ ഇസ്ലാമിക് ബാങ്കും ഫുജൈറയിൽ സ്കൂളുമടക്കം വിവിധ മേഖലകളിലെ സംരംഭങ്ങൾ ഈ ഗ്രൂപ്പിന് കീഴിലുണ്ട്. We are a transporter. We move different kind of mode, and air and sea and land, and we have different kind of mode of transportation. And we are strong in sea, we are strong in air, and we are strong in land too. And obviously, we are in top 5 with Jebel Ali Free Zone. UAE-ലുണ്ട്, ഇന്ത്യയിലുണ്ട്, അതുപോലെ തന്നെ ഓസ്ട്രേലിയയുണ്ട്, ലാവോസ് ഉണ്ട്, ഒമാനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. സോ തീർച്ചയായും നമ്മളുടെ പ്രസൻസ് ഇത്ര കൺട്രിയിലുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ കമ്പനിയിൽ ഉള്ള ആൾക്കാർ എന്ന് പറയുന്നത് 99% ആൾക്കാർ മലയാളികളാണ്. ആദ്യം കൂടിയ പ്ലാറ്റിനം ജീവനക്കാർക്ക് പെട്രോൾ പമ്പിട്ട് നൽകിയെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ സ്ഥാപനത്തിൽ ജോലിക്കെത്തിയ ഗോൾഡൻ വിഭാഗം ജീവനക്കാർക്ക് സമാനമായൊരു പദ്ധതി അണിയറയിൽ ഒരുങ്ങുകയാണ്. ഗോൾഡൻ മെമ്പർ എന്ന് പറയുന്ന ഒരു വലിയൊരു പട്ടികയുണ്ട്, 50-60 പേരോളം ഉള്ളത്. അവരും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാരാണ്. വലിയ വലിയ കമ്പനിയിൽ നിന്ന് എൻ്റെ എന്തൂസിയാസം കണ്ട്, നമ്മുടെ ഒരു അബ്രിക്കോ എന്ന് പറയുന്ന കമ്പനിയുടെ അഗ്രസീവ്നെസ് കണ്ട് നമ്മുടെ കൂടെ ജോലി ചെയ്ത ഒരുപാട് പേരുണ്ട്. അവരാണ് ഗോൾഡൻ മെമ്പേഴ്സ്. അടുത്തൊരു പ്രൊജക്റ്റ് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം അതിനായി വിയർപ്പൊഴുക്കിയവർക്കും വളരാൻ അവസരം നൽകണമെന്ന ഒരു സംരംഭകൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ തെളിവാണ് ഈ പദ്ധതികൾ. ഇതൊരു മാതൃകയാണ്. ബിസിനസ് രംഗത്ത് വെന്നിക്കുടി പാറിച്ചവർക്കും വിജയസോപാനങ്ങളിലേക്ക് നടന്നു കയറുന്നവരുമായ സംരംഭകർക്കുള്ള സുന്ദരമായ ഒരു മാതൃക.